അങ്ങനെ സൂര്യനൊക്കെ ഉണർന്നു, ഞാനും ഉണർന്നു. സൂര്യനെ ഉണർന്ന് പറഞ്ഞാൽ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. 9 മണി 8:30 ഒക്കെ ആകുമ്പോഴാണ് ഞാൻ എണീറ്റത്. അമ്മയ്ക്ക് പണിയുണ്ട്, അപ്പോൾ ഞാൻ വേഗം എണീറ്റ്. മക്കളും ഇന്നതുപോലെ അനിയത്തിയൊന്നും എണീറ്റിട്ടില്ല കേട്ടോ, അവരെ കട കിടക്കുക തന്നെയാണ്. അപ്പോൾ ഞാൻ വേഗം എണീറ്റ് ഇന്നൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വെച്ചങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. എനിക്കിഷ്ടമുള്ളത് ആ വീഡിയോ ഒക്കെ ഏത് ചാനലിലും കാണുന്നത്. അപ്പോൾ എൻ്റെ ചാനലിലും എനിക്കും അങ്ങനെ ചെയ്യാനൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ എന്തായാലും ചെയ്യട്ടെ. അപ്പോൾ ഞാൻ വേഗം വല്യപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം നായക്കുട്ടീൻ്റെ കൂട്ടിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കണം. അപ്പോൾ ഓനെ പോയി ഒന്ന് പുറത്തിറക്കട്ടെ എഴുതി പോവുകയാണ്. ഓന് വേഗം ഞാൻ ഓനെ പുറത്തിറക്കിട്ടോ. എനിക്ക് നായക്കുട്ടികളൊന്നും വലിയ ഇഷ്ടമല്ല, പക്ഷേ ഇവനെ വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. പൂച്ചേനെ ഇഷ്ടമല്ല. പൂച്ചകളെ കാരണം അകത്തിയൂടെ നടക്കുന്ന ഇതല്ലേ, അപ്പോൾ അത് വലിയ ഇഷ്ടമല്ല. നായക്കുട്ടി പറഞ്ഞാൽ പുറത്ത് കൂട്ടിൽ അങ്ങനെ അകത്തേക്ക് വരുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഞാൻ ഓനോടൊക്കെ ഒന്ന് ഇങ്ങനെ കൊഞ്ചി ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എന്നോട് ഇങ്ങനെ ഓരോന്ന് കൊഞ്ചാൻ വരികയാണ്. ചെറിയ വീട് അങ്ങനെ ചെറിയ സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കൊക്കെ ഈ ഇങ്ങനത്തെ നായക്കുട്ടിയൊന്നും നല്ലത് കേട്ടോ. ആൾ ചെറുതാണെങ്കിലും പക്ഷേ ആര് വന്നാലും വിടൂല കേട്ടോ, കുരച്ച് പോവോളം കുരയ്ക്കും. പിന്നെ ഞാൻ വേഗം ചായ കുടിക്കാൻ വേണ്ടി നിന്നു. ഏതായാലും വീഡിയോ ഒക്കെ കാര്യങ്ങളൊക്കെ എടുക്കണം, അപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് ശക്തി വരട്ടെ എന്ന് കരുതി ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിൽക്കണം. ദോശയുണ്ട് കേട്ടോ ചായക്ക് കടി, ദോശയും ചെറുപയറും. ചായക്ക് എനിക്ക് മാത്രമേ ഉള്ളൂ മധുരം, ബാക്കിയുള്ളവരൊന്നും എണീറ്റിട്ടില്ലല്ലോ. ഒന്നായിട്ട് മധുരമിട്ട് വെച്ചാൽ അതിലൊക്കെ ചോണനുറുമ്പ് നിറയും. അപ്പോൾ ഞാൻ വേഗം ദോശയും ചെറുപയറൊക്കെ കൂട്ടി വേഗം ചായ കുടിക്കുകയാണ്. ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ചോറിന് വെള്ളം വയ്ക്കാൻ, പാത്രം കുറച്ച് കഴുകാൻ, അങ്ങനെ കുറേ പണികളുണ്ട്. അമ്മ ചായയും കടിയും മാത്രമേ ഉണ്ടാക്കി പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നിങ്ങൾ ചായയും കടിയും മാത്രം ഉണ്ടാക്കിയാൽ മതി, ബാക്കി പണിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ അമ്മ പണിക്ക് പോയി. പിന്നെ അപ്പോൾ അനിയന്മാർ ഒരു പണിക്ക് പോയി. അപ്പോൾ വലിയ അനിയന് പണിയില്ലയെന്ന് പറഞ്ഞു വന്നു. ഓന് വന്നപ്പോൾ കുറച്ച് ബീഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബീഫ് കഴിക്കാത്തവർ കഴിക്കൂല കേട്ടോ. ഒരാൾ അനിയത്തി കഴിക്കൂല. അതുപോലെ ചിക്കൻ കൊടുത്താൽ അമ്മയും കഴിക്കില്ല. 2 സാധനം കൊടുത്താലും രണ്ടാൾക്കാരുണ്ടാവും പറ്റാത്തവർ. എനിക്കൊക്കെ ഏതും പറ്റും കേട്ടോ, പക്ഷേ എത്ര തിന്നിട്ടും കാര്യമില്ല, തടിമ കാണൂല എന്നുള്ളൂ. പക്ഷേ തീറ്റയിൽ കോംപ്രമൈസ് ഒന്നുമില്ല കേട്ടോ. ഏട്ടൻ്റെ വീട്ടിലൊന്നും ബീഫ് കൊണ്ടുവരില്ല കേട്ടോ. ഞാൻ ഇവിടെ വരുമ്പോഴാണ് ബീഫൊക്കെ കഴിക്കുക. പക്ഷേ കഴിച്ചിട്ട് അകത്ത് കയറുന്ന കുഴപ്പമില്ല, വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാനേ പറ്റാത്തുള്ളൂ. എന്തേലും ആവട്ടെ, നമ്മൾ കഴിക്കുക എവിടെയെങ്കിലും, എന്താപ്പല്ല അതിലൊക്കെ വലിയ കാര്യം, അതിലൊന്നും വലിയ കഥയല്ല. കഴിക്കുന്നവർ കഴിക്കട്ടെ, കഴിക്കാത്തവർ കഴിക്കണ്ട, വെക്കുന്നവർ വെക്കട്ടെ, വെക്കാത്തവർ വെക്കും വേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബീഫൊക്കെ ഒന്ന് ചെറിയ കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് ചെറുതാക്കാം കേട്ടോ. ഇനി കുട്ടികളൊക്കെ കഴിക്കാമല്ലോ, അപ്പോൾ കുറച്ചുകൂടി വലിയ കഷ്ണം ആവണ്ടല്ലോ ഇത്. വലിയ കഷ്ണങ്ങളൊക്കെ മാത്രം എടുത്തൊന്ന് ചെറുതാക്കുകയാണ്. അപ്പോഴൊക്കെയുണ്ട് വെള്ളം തിളയ്ക്കുന്നത്. എന്നെ വന്ന് നോക്കൂ, അരി ഇടൂ, ഞാൻ തിളയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് മൂപ്പര്. പിന്നെ ഞാൻ വേഗം അരിയൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി മൂപ്പര് കരയണ്ടല്ലോ, അപ്പോൾ വേഗം ഞാൻ അരി ഇട്ടട്ടോ, അല്ലെങ്കിൽ ചോറാവില്ല. അപ്പോൾ വേഗം അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് ഈ ബീഫ് ശരിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ബീഫും കാര്യങ്ങളും റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ കറി, അങ്ങനെ കുറച്ച് പരിപാടി, കറിയും ബീഫും അത്ര തന്നെ ഉള്ളൂ കേട്ടോ, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പം അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ട് തീയൊക്കെ നല്ലപോലെ കത്തിച്ച് ഞാൻ ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അങ്ങനെ ബീഫ് ഞാൻ കുക്കറിലിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ അതുപോലെ എന്താ വെച്ചാൽ കുരുമുളക് പൊടിയും, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, അതൊക്കെ ഇടണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും അതൊക്കെ ഇട്ട് നല്ല പോലെ ഞാൻ ആ ഒരു ബീഫ് നല്ലോണം കൈകൊണ്ട് ഇങ്ങോട്ട് തിരുമ്മി കൈ എരിയാവോ, മുളകും പൊടി കളക്കി വേഗം എരിയും. അതൊന്നും നോക്കിയില്ല. അങ്ങനെ വേഗം കുക്കറിൽ കൊടുത്തിട്ട് ഒരു 4 വിസിൽ കേട്ടോ, 4 വിസിലടിപ്പിച്ചു. അപ്പോഴേക്ക് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ചോറൊക്കെ ഒന്ന് ഊറ്റി ലെവലാക്കി. പിന്നെ അപ്പോൾ തന്നെ അകത്ത് വെള്ളം കഴിഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെയുള്ളൂ. ഉമ്മർത്ത് കിണറുണ്ടായ പിന്നെ അകത്ത് വെള്ളം ഉണ്ടാവില്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പഞ്ചായത്ത് കിണറാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു
23-24 വീടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു കിണറാണ് കേട്ടോ. കുടിക്കാൻ മാത്രം ഇതൊന്ന് കൊണ്ടുപോകും. അപ്പം എനിക്ക് വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കിണർ, മുറ്റത്ത് നിൽക്കും പോലെയാണ് കിണർ. അങ്ങനെ ഞാനും വെള്ളത്തിന് പോയി. അപ്പോൾ കൂടെ മോനും ഉണ്ട് കേട്ടോ. ഞാൻ വെള്ളം കൊണ്ട് കുടമെടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഓനും തന്നെ എൻ്റെ കൂടെ പോന്നിട്ടുണ്ട്. പിന്നെ ഓൻ്റെ ഒരു കുഞ്ഞു ബക്കറ്റ് ഉണ്ട്, അതും കൊണ്ട് ഓനും പോന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും വെള്ളമൊക്കെ മുക്കി അങ്ങനെ നിറഞ്ഞ് ഞങ്ങൾ പോന്നു. ഓനും എൻ്റെ കുഞ്ഞു ബക്കറ്റും കൊണ്ട് അതാ പോരുന്നു എൻ്റെ മുന്നിൽ. ഞാൻ മുന്നിൽ പോകണമെന്ന് പറഞ്ഞങ്ങാണ്ട് അങ്ങനെ അവൻ പോരുകയാണ്. അങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുന്ന് വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് വേഗം നമ്മളെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് എന്താ വെച്ചാൽ നമ്മളെ ഉള്ളിയില്ലേ, വലിയുള്ളി ഇട്ട് നല്ലോണം വാട്ടി, ഒരു തരികിട വെപ്പാട്ടോ. നല്ലോണം വാട്ടിയിട്ട് പിന്നെ തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് വാട്ടും. തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് വാട്ടി കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ച ബീഫില്ലേ, മൂപ്പരെ ഇതിലേക്ക് തട്ടലാണ് ഇന്നത്തെ പരിപാടി. അമ്മയാണ് കേട്ടോ ബീഫൊക്കെ വെക്കൽ, ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് ബീഫ്. ചിക്കൻ വെക്കുക എന്നല്ലാതെ ബീഫ് വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് ബീഫുള്ളൂ. അപ്പോൾ പിന്നെ അത് കുക്കറത്തെ ബീഫ് ഞാൻ വെന്തിട്ടോ. കുക്കറത്തെ ബീഫ് വെന്ത ശേഷം അത് നമ്മളെ ചട്ടിക്ക് ഇട്ടു. ഉള്ളി തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട്. പിന്നെ ചട്ടിക്ക് ഇട്ട് ഇനി വെള്ളം വറ്റി ഒന്നിട്ട് കുഴമ്പ് രൂപത്തിലാവണം. അപ്പം അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്താകാമോ. അപ്പം അങ്ങനെ ബീഫൊക്കെ അങ്ങനെ വേവട്ടെ. എനിക്കിഷ്ടമാണ് കേട്ടോ ബീഫ്. കാരണം ചിക്കൻ്റെ പോലെ എല്ലും കാര്യം അതിലുണ്ടാവില്ല. നല്ല രസമായിട്ട് തിന്നാം. തേജുവിന് തന്നെ നല്ല ഇഷ്ടമാണ്. പിന്നെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് മുളക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള മുളക് മരത്തിൽ പോയിട്ട് മുളക് പറിക്കുകയാണ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമല്ലേ, നമ്മളെ വീട്ടിലുള്ള പച്ചക്കറി പറിച്ച് കറി വയ്ക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ മുളകും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെള്ളരിക്കയും കരിഞ്ഞതിലേക്ക് തക്കാളിയും കാര്യങ്ങളൊക്കെ ഇട്ട് അത് ഞാൻ വേഗം കുക്കറിൽ വയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പാകത്തിന് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു തേങ്ങ അരച്ചിലെ കറി, പിന്നെ അതുപോലെ ബീഫ് വരട്ടിയതും. അങ്ങനെ നമ്മളെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കോരി തിന്നുന്നുണ്ട് കേട്ടോ. വേറെ കാര്യം, വേറെ പാത്രത്തിലെടുത്ത് കോരി തിന്നുന്നുണ്ട്. ഞാൻ തിന്നുന്നത് കണ്ട് തേജും വന്നു, ഇക്കും വേണം പറഞ്ഞപ്പോൾ ഓനും കൊടുത്തു. അങ്ങനെ ഓനും ഞാനും കൂടെ അങ്ങനെ തിന്നുന്നുണ്ട്. അങ്ങനെ കറിയൊക്കെ കുക്കറിൽ വെന്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ തേങ്ങ അരച്ച് ആ കുക്കറിൽ നിന്ന് ഞാൻ മൺകലത്തേക്ക് മാറ്റി അതിലേക്ക് തേങ്ങ ഒക്കെ ഒഴിച്ച് വെച്ച് അങ്ങനെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നു. തളയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. തളയും കാര്യങ്ങളൊക്കെ കറിയൊക്കെ തിളച്ച് കഴിഞ്ഞു. പിന്നെ അത് ഒന്ന് വറവിടണം. അങ്ങനെ കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് വറവിട്ട് കഴിഞ്ഞു. കുക്കറിൽ കറിയൊക്കെ ഇങ്ങനെ മൺകലത്തേക്ക് ആക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൽ കിടന്നാൽ അങ്ങനെ കുക്കർ കേടരും. അപ്പം ഞാനിങ്ങനെ നിന്നപ്പോഴാണ് നായക്കുട്ടി ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കണ കണ്ടത്. ഓന് വിശന്നെന്ന് തോന്നുന്നു. അപ്പോൾ വിശപ്പ് തുടങ്ങാതെ കൊച്ചായിന്. അപ്പോൾ ഞാൻ വേഗം ചോറും കറിയും ബീഫൊക്കെ ആയിനല്ലോ.